എല്ലാരും പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്സ്. ആഹാ ഉണ്ടായിരുന്ന ആഹാ എല്ലാരും കുടിക്കുകയും തിന്നുകയും ചെയ്യാ. അവൻ്റെ തൻ്റെ വീട്ടിൽ വന്നു. ആഹാ അത് കൊള്ളാം. ഓ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ശബ്ദാകുന്നാണ്. പള്ളിയിലൊക്കെ പോയി, പള്ളിയിൽ പോയി. ഓ ഞങ്ങൾ പള്ളിയിൽ പോയി. ഞങ്ങൾ ശബാശാലും ഓർമ്മ എല്ലാവർക്കും നന്നായിട്ട് വർത്താനം പറഞ്ഞിട്ട് എല്ലാവരെയും നന്നാക്കട്ടെ. എല്ലാവരും സന്തോഷമാണ് കേട്ടോ. നിങ്ങളുടെ വർത്താനം എപ്പോഴും പറഞ്ഞിരിക്കും കേട്ടാ. Sarah Cohen, the oldest member of Kochi's Jewish community, is an icon of a society that once flourished in the land of Cochin. In the mid-1950s, when the nation of Israel was established, Jews from all over the world made Aliyah, a journey marked by the emigration of Jews back to their homeland. Sarah and her husband Jacob Cohen made the decision to stay back in India. Mr. Cohen continued to work as an income tax officer, and the couple lived in their beautiful home, Shalom, at Jewtown. They continued to build a life together, witnessing the changing times until the unfortunate demise of Jacob in 1999. കോർക്കാൻ പറ്റാണ്ട് മാറ്റി വെച്ചിട്ട് വേറെ ഇല്ലേ സുഖി? ഇത് നമുക്ക് ഇതിലില്ലല്ലോ. ഇത് പണോട്ടോ ഇല്ല, തുല്യ. They came from Persia to Cochin, the family. There's nobody here born and to say it's a Jew. Oh, okay. Where is he born? My great-great-grandmother born in Kochi. Cochin. Yes. Jewish family from Persia. My grandmother, she's been doing the genealogy of the family, and so she told me when she found that I was going to Kochi. So I bought a present for my grandmother. Smile for me, Thank you, sir. It's lovely to meet you. I know. So when you go back, you will see your mother. Yes, I will show my grandmother. The photograph. There's a photograph. So you can tell there's almost Sarah. Yeah. In Kochi. And I will give her the present I bought for her that you made. Oh. Yeah. I mean. Yeah. Often, Sarah Auntie had Jewish travelers visiting her at Shalom. Some came searching for their roots in the bylanes of Matanjeri, and some in search of a curio. ഞാൻ മട്ടാഞ്ചേരിയിലെ ജൂട്ടോളിലേക്കുള്ള രംഗപ്രവേശനം അങ്ങോട്ട് കടന്നു വരുന്നത് 1983-84 കാലഘട്ടങ്ങളിലാണ് എൻ്റെ ഓർമ്മ.
ജൂതന്മാരുടെ അങ്ങോട്ടുള്ളൊരു പ്രൈവറ്റ് വഴിയാണ്. ആ വഴിയിലേക്ക് അധികം ആളുകൾ അങ്ങോട്ട് പോകില്ല, പിന്നെ പോകുന്ന ടൂറിസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി ഒതുങ്ങിയിരുന്നു. മറ്റേ ബസ്സുകാരൊന്നും ഇരിക്കാൻ പറ്റില്ല. മെയിൻ ജൂട്ടോൺ റോഡിൽ ചുക്കും കുരുമുളകും വണ്ടി പോകുന്ന പറഞ്ഞാൽ ഈ കച്ചവടം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഒരുപാട് ആളുകൾ കാശ്മീർ ഷോപ്പായാലും മറ്റു ഷോപ്പായാലും ഇന്നിപ്പോൾ ഈ റോഡിൽ വന്നു. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ജൂ ടൗണിൽ വരുന്നത്. എൻ്റെ ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സ് എല്ലാം ഒരു ഫാമിലി വിസിറ്റിന് വേണ്ടിയിട്ട് ജൂ ടൗണിലെല്ലാം പോയപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തു ജൂ ടൗൺ, പിന്നെ അവിടെ ഡച്ച് പാലസിനെ കുറിച്ചെല്ലാം. അപ്പോൾ ആ ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടായ ഒരു കൗതുകം കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഒരു 6 മണി 7 മണി ടൈമിൽ ജൂ ടൗണിൽ സിനിമ ക്ലോസ് ചെയ്യാൻ പോകുന്ന ടൈമിലാണ് ഞാൻ ചെല്ലുന്നത് ആക്ച്വലി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ജൂ ഞാൻ ചെറുതായിരിക്കുന്നത് കൊണ്ടിട്ട് എന്നെ അലൗ ചെയ്തു അതിൻ്റെ ഉള്ളിൽ പോയി കാണാനായിട്ട്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ജൂ ടൗണിലെ സിനഗോഗ് അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ഒരു ജൂയിഷ് കൾച്ചറിനെ കുറിച്ചെല്ലാം അറിയുന്നത്. Sheraman Juma Masjid is considered to be the first mosque established in India. It is located at Kodungallur, a port city where different cultures and communities thrived together. In the early 14th century, Rabbi Nissim had written a poem to commemorate his visit to Shingli, or today's Kodungallur, marking the presence of the Jewish community in the city's rich religious history. എൻ്റെ കുഞ്ഞു മോനെ 18 വയസ്സാണ്. കഴിഞ്ഞ എന്താ ഓദിക്കെന്നാന്ന് വെച്ചു? ഞാനാ ഞാനിപ്പോൾ എടുത്തേ ഉള്ളൂ. KTDCയുടെ 2 ബോട്ട് സർവീസാണ് അന്ന് മട്ടാഞ്ചേരിയിൽ ഡച്ച് പാലസ് കാണിക്കാനും സിനാഗോഗ് കാണിക്കാനും ഒക്കെ ആയിട്ട് വരുന്നത്. അത് രാവിലെ 10 മണിക്കും പിന്നെ 3 മണിക്ക് വന്ന് തന്നെ പണി വന്നപ്പോൾ ഞാൻ 4 മണിയാകുമ്പോൾ നമ്മളപ്പോൾ ചട്ടമ്പഴം മണിക്ക് തിരിച്ച് പോരുകയും ചെയ്യും. പിന്നെ വരുന്നത് കപ്പലാണ്. ഒരു ഞായറാഴ്ച ദിവസം ഒരു വലിയൊരു കപ്പൽ കയറി. അപ്പോൾ എൻ്റെ കൊച്ചാപ്പയുടെ ഗോഡൗണിലെല്ലാം ഞാൻ ഈ സാധനങ്ങൾ വെക്കുന്നതാണ്. 3 ഗോഡൗണിനും കൂടെ ഒരു സെക്യൂരിറ്റിയാണ്. ഈ സെക്യൂരിറ്റിമാൻ ഞായറാഴ്ച ദിവസം കൂട്ടി താക്കോലും കൊണ്ട് പോകും. സാധാരണ ദിവസം കൊച്ചാപ്പന് താക്കോല് കൈമാറും. ആ താക്കോല് വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ റൂം തുറന്നിട്ട് മെയിൻ ഡോറ് പൂട്ടിയിട്ട് പോരലാണ്. ഞായറാഴ്ച ആരും സെയിൽ അവിടെ ഉണ്ടാവില്ല, ഗോഡൗണൊക്കെ അടവാണ്. ഈ കപ്പലും 1 ദിവസം ഇയാൾ പോയി കളഞ്ഞ്. അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിങ് പോയിന്റ് ആയിട്ട് കാണുന്നത് ഞാനതാണ്. കാര്യം നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തൊരു സംഭവമാണ്. പക്ഷെ അത് ഈ കോഹനങ്ങളിൽ ഭയങ്കര ഒരു സങ്കടമായി, ഒരു വിഷമമായി. അത് രാവിലെ 8 മണി തൊട്ട് ഒരു 1:30 മണി വരെ ഞാൻ ചൂട്ടുകൊള്ളിങ്ങനെ നിൽക്കുന്നുണ്ട് താക്കോലും പ്രതീക്ഷ. പിന്നെ കൊച്ചാപ്പനും ഇയാൾ അന്വേഷിച്ചിട്ട് കുറേയൊക്കെ നാട് മുഴുവൻ തിരഞ്ഞിട്ടൊന്നും താക്കോല് കിട്ടിയില്ല. അങ്ങനെ അപ്പം നമ്മൾ സാഹിബ് കൊണ്ടുവന്നിട്ട് നീ നാളെ സാധനം ആ ഗോഡൗണിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എടുക്കാനൊക്കെ പറ്റും, നാളെ തിങ്കളാഴ്ചയല്ല, കുഴപ്പമൊന്നുമില്ല.
ഇന്ന് കിട്ടൂല, എന്നാൽ നീ വീട്ടിൽ പോയിക്കോ, ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല, നാളെ നീ അതായിട്ട് വരുമ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. രാവിലെ ഞാൻ ഈ ബാഗും ഇതൊക്കെ ആയിട്ട് ബോർഡൊക്കെ ആയിട്ട്, അന്നൊരു ചെറിയൊരു ബോർഡ് മടക്കി വെക്കുന്നൊരു ബോർഡാണ്, അവിടെ കൊണ്ടുപോയി സൈക്കിളിൽ കൊണ്ടുവരണം, ചുവന്നുകൊണ്ടിരണമല്ലോ, സൈക്കിളിലേക്ക് തൂക്കിയിട്ട് കൊണ്ടുവരും. അങ്ങനെ ആ ബോർഡ് കൊണ്ടുവന്ന് അവിടെ വെച്ച് കച്ചവടം. നീ വന്നില്ലേ, പോകുമ്പോൾ എന്നെ കാണണമെന്നുണ്ടല്ലോ. അങ്ങനെ പോകാൻ നേരം എല്ലാം മടക്കിയെല്ലാം വെച്ച് 3:30 മണിയായപ്പോൾ പോകുന്ന സമയത്ത് സായി കൊണ്ടുവന്ന് നീ ഇത് അകത്തുകൊണ്ട് വരുന്നത്. ഞാനിതായിട്ട് അകത്തേക്ക് കയറുമ്പോൾ സെറാൻ്റെ അവിടുന്ന് സ്റ്റോപ്പ് കാണിച്ച്, കയറാൻ പറ്റില്ല, നിനക്ക് ഇവിടെ അങ്ങനെ എൻ്റെ വീട്ടിൽ സാധനം ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ സായും മെസ്സിയും കൂടെ ഭയങ്കര ഫൈറ്റായി എനിക്ക് വേണ്ടിയിട്ട്. സെറ അവൻ വെക്കട്ടെ, അവൻ പാവണം, അവൻ്റെ സാധനം അങ്ങനെ. പിന്നെ ഫൈറ്റ് പറഞ്ഞിട്ട് ഒരിക്കൽ പറഞ്ഞാൽ സെറാൻ്റെ സമ്മതിച്ചു കൊടുക്കേണ്ട വന്നു സായിൻ്റെ മുമ്പിൽ. അന്നാ നീ കൊണ്ട് വെയ്യെന്ന് പറഞ്ഞു. എന്നാലും സെറാൻ്റെ വലിയ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ജൂഷ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഞാൻ ആക്ച്വലി ഹീബ്രു ലാംഗ്വേജ് പഠിച്ച് കുറച്ച് നാളായതിനു ശേഷമാണ് ബന്ധം ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഫ്രണ്ട്സുമായിട്ട് റെഗുലർ ഹാങ് ഔട്ടിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സ്ഥിരം ഒരു റൂട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വിൽ കം ടു യു ടൗൺ, ദെൻ ടു മട്ടാഞ്ചേരി പാലസ്, ദെൻ ഫോർട്ട് കൊച്ചി ബീച്ച്. ഇപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ പോകുമ്പോഴാണ് സിനോഗിൻ്റെ ഉള്ളിൽ ഫ്രണ്ട്സുമായിട്ട് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ സിനോഗിൻ്റെ വാതിലെല്ലാം അടച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉള്ളിലേക്ക് വന്നു. ജോണി ഹലേഗ്വാൻ, ജോണി അങ്കിൾ എന്നെല്ലാം വിളിച്ചിരുന്ന ഹിസ് നോ മോർ പുള്ളി അന്ന് വന്ന് സിനോഗിൻ്റെ ഓൾട്ടർ, അതായത് അരോൺ കദോഷ് തുറന്ന് കാണിച്ചു തരേണ്ടായി. അപ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആരോ പെട്ടെന്ന് ഒച്ചയിൽ പറഞ്ഞു, ഇതെന്താ നിങ്ങളുടെ വേദഗ്രന്ഥം തലകുത്തനെ വെച്ചിരിക്കുന്നതാണ്. കാരണം ഹീബ്രു ലാംഗ്വേജ് അറിയാത്ത ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അതൊരു തല തിരിഞ്ഞ് എഴുതി വെച്ചൊരു ഭാഷ പോലെ തോന്നും ആക്ച്വലി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്നും ചിന്തിക്കാതെ ഞാൻ പറഞ്ഞു, അത് കറക്റ്റാണ് ഇരിക്കുന്നത്, ഇറ്റ്സ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ജോണി അങ്കിൾ എന്നോട് തിരിഞ്ഞോട് ചോദിച്ചു, ഹൗ യു നോ? ഞാൻ പറഞ്ഞു, ലൈക്ക് ഐ നോ ഹീബ്രു, ദാറ്റ്സ് വൈ ഐ ടോൾഡ്. ലൈക്ക് സോ ഹി ആസ്ക്ഡ് മീ, ആർ യു ജൂ? ഐ ടോൾഡ് നോ, ഐ ആം എ മുസ്ലിം. പിന്നെ പുള്ളി പറഞ്ഞു, പ്ലീസ് സ്റ്റേ ബാക്ക്, സോ ഐ ഹാഡ് ടു ടോക്ക് ടു യു. ഞാൻ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പുള്ളിയായിട്ട് ഞാൻ എങ്ങനെ ഹീബ്രു പഠിച്ചു എന്നുള്ളതെല്ലാം പുള്ളി എന്നോട് ചോദിച്ചു, സംസാരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നത്. Chenamangalam Synagogue in North Paravur is one of the biggest synagogues in Kerala. It dates back as far as the 17th century. In fact, it houses the oldest Jewish tombstone in the state, dated 1269 AD. Carved on it are the words, Sarah, daughter of Israel. Some say the tombstone was brought here from Kodungalur. ഇതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ഈ ക്യാമ്പയിനിലും അടുത്ത് പ്രവർത്തിച്ചു. യുവ നേതാവാണ്. ധർമ്മേന്ദ്ര പ്രധാനപ്പെട്ട നേതാവിന് പെട്രോളിയം പോലുള്ള പ്രധാന ദൈവത്തിന് ഗ്രാമവികസനത്തിൽ നിന്നും നഗരവികസനമായി മാറ്റാൻ ലഭിക്കുകയാണ്. രവിശങ്കർ പ്രസാദ്. Though being the namesake of the daughter of Israel,
Sarah Cohen never misses an opportunity to exercise her Indian citizenship. This daughter of India always casts her vote. അളവൊന്നും കിട്ടാണ്ട് ഒരു പണി നടക്കൂല. എന്നാലും ഞാൻ കച്ചവടത്തിൽ തരുന്നൊരു ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റി എംബ്രോയിഡറി ഷോപ്പ് ഇട്ടു. പക്ഷേ ഈ ഹാൻഡ് എംബ്രോയിഡറി, ഷെറാസ് ഹാൻഡ് എംബ്രോയിഡറി ആയിട്ട് എനിക്കൊരു ലിങ്ക് ഉണ്ടായില്ല. എനിക്ക് സാഹിബിനായിട്ടായിരുന്നു ബന്ധം, അങ്കിളിനായിട്ടായിരുന്നു ബന്ധം, ആൻറ്റിനായിട്ടൊരു കണക്ഷൻ ഇല്ല. അപ്പോൾ ആ കണക്ഷൻ പറഞ്ഞ എൻ്റെ ഉപ്പ തയ്യക്കാരനായിരുന്നു. അപ്പോൾ എനിക്ക് തയ്ക്കാനൊക്കെ അറിയാം. അത് എനിക്ക് വളരെ ഗുണത്തിൽപ്പെട്ടത് സെറാൻറ്റിയുടെ അടുത്ത് ചെന്നപ്പോൾ സെറാൻറ്റി പറഞ്ഞ് പള്ളിയിൽ പുൽപ്പീറ്റിൻ്റെ റൗണ്ട് ഉണ്ട്, ആ ഷേപ്പ് ഒരു കീ ഹോൾ ഷേപ്പാണ്. ഈ ഷേപ്പിന് തന്നെ മെഷറിൽ ആ മെറ്റീരിയൽ വെട്ടി ഷേപ്പ് ചെയ്തുണ്ടാക്കണം. ഇത് ആൻറ്റിയുടെ സ്റ്റാഫും ആൻറ്റിയും കൂടെ തലകുത്തി പറഞ്ഞിട്ട് നടന്നില്ല. അങ്ങനെ ആൻറ്റി വന്നിട്ട് പറഞ്ഞ് തനിക്കറിയാലോ, താനൊന്ന് കാണിച്ചു തരുമെന്ന് വെച്ച് തന്നെ ടൈലറല്ലേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ആദ്യം പേടിയായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ജൂതപ്പള്ളിയുടെ അകത്തേക്ക് അത്രയും വർഷം അവിടെ നിന്നിട്ട് പള്ളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായില്ല ഞാൻ. വെള്ളക്കാരും ഞാൻ എൻ്റെ കച്ചവടം കഴിഞ്ഞ് പോക്കായിരുന്നു. ആദ്യമായിട്ട് കാല് വെക്കണ അതിൻ്റെ ഉള്ളിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആൻറ്റിയും ഈ പെൺകുട്ടിയും വിചാരിച്ചിട്ടുണ്ടെന്നില്ല. അത് പക്ക പെർഫെക്റ്റിൽ കിട്ടിയപ്പോൾ ആൻറ്റി വിളിച്ചിട്ട് താൻ നല്ലത് ചെയ്യക്കാരാണ്, ഞാൻ സംഭവിച്ചിരിക്കുന്നു. ആൻറ്റി അങ്ങനെ ഒരു മാർക്ക് ഇട്ടു. പിന്നെ ആൻറ്റിക്ക് എന്നോട് അവിടെ നിന്നൊരു സ്നേഹം തുടങ്ങി. എങ്ങനെയെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറയാം, എങ്ങനെയെങ്കിലും അതേ പോയിട്ടുള്ളൂ. ഇങ്ങോട്ട് വെച്ചാൽ മതി. മോളിലല്ലേ, മോളല്ലേ, ഇങ്ങോട്ട് വെക്കണല്ലേ, മോളിലേക്ക് എന്താ ശരിയാവില്ല. Oh, it was number 1 curtain in the synagogue. And you're taking it back to the synagogue? I'll give it back. കാശ് ചോദിച്ചാൽ തരയില്ല, ഞാനേ ഡിക്കോട് കാശ് ചോദിച്ചാൽ തരയില്ല. അപ്പോൾ പറയും ഞാൻ ഒന്നും ചെയ്യല, കാശ് കൊണ്ട് ബാങ്കിൽ കൊണ്ടുവിടുമെന്ന് പറയും. അപ്പോൾ അമ്മ എനിക്കറിയാതെ പറയും. അപ്പോൾ അമ്മ വേണ്ട, അമ്മ എനിക്കൊരു മെഷീൻ വേണം. ഓരോ മെഷീൻ, ആ സമയത്തൊക്കെ മെഷീൻ പ്ലേറ്റ് ഇതൊക്കെ കിട്ടുന്ന വലിയ 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 പ്രയാസമാണ്. ഇതൊക്കെ ചെത്തിന് റേഷൻ വേണം. നമുക്ക് ആളുകൊണ്ടേ കൊടുക്കുമ്പോൾ റേഷൻ കാർഡിൽ എഴുതി തരും. അപ്പം കിട്ടാതെ ആകുമ്പോൾ അവർ പറയും ഇപ്പം കിട്ടൂല, ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ കിട്ടൂ. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ എഴുതണം. കുരുത്തത്തിന് എനിക്കറിയാത്ത ഒരാളാണ്, ഞങ്ങൾ അറിയില്ല കേൾക്കില്ല ചോദിച്ചു. അപ്പം തന്നെ തന്ന് സൈവൻ ഇപ്പം തരാൻ പാടില്ലാത്ത സമയമാണ്. സിംഗർ മെഷീൻ ഭയങ്കര ഫേമസ് ആണ്. ഇപ്പം ഇന്ന് ഞാൻ ആണ് ആ മെഷീൻ യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര റെസ്പെക്റ്റാണ് ആ മെഷീനോട്. കാര്യം എന്നേക്കാൾ കൂടുതൽ പ്രായമൊക്കെ ഉണ്ട് ആ മെഷീന്. ഞാൻ 70 ലഞ്ച് 45-അങ്ങാണ്ടുള്ള മെഷീൻ. അപ്പം ഞാൻ ഇക്കാക്കാന്ന് വിളിച്ചിട്ടാണ് ആ മെഷീനിൽ കയറാൻ. ഉഷാറാണോ? തയ്ച്ചോളൂ, ഉഷാറാണോ? ഇനി തയ്ച്ചു വെച്ചില്ല എന്ന് പറയരുത്. തൊപ്പിയും തയ്ച്ച് മെഷീൻ പൂട്ടാണ്, ശബ്ദായില്ലേ. ഓക്കെ ആണോ? ശരിയാ? തുണിയോടെ വെള്ളിയാഴ്ച ദിവസം തന്നെ മുസ്ലിംസിനെ കുറിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പം ഞാനൊരു മുസ്ലിമാനാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കർമ്മങ്ങളും ഇതൊക്കെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പോകണം. അപ്പം അതിനൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല. വെള്ളിയാഴ്ച വൈകിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ശനിയാഴ്ചയിലേക്ക് എൻട്രി ചെയ്യും. അപ്പോൾ ഇവർക്ക് ഷബ്ബാദ് സ്റ്റാർട്ട് ചെയ്യും.
ഷെബാദിൻ്റെ അന്ന് ഇവർ കുക്ക് ചെയ്യൂല. ഷെബാദിന് അന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, ചിലപ്പോൾ ഈവനിങ്ങിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ആൻറ്റി ബ്രെഡൊക്കെയാണ് മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം വർഷങ്ങളായിട്ട് ഞാൻ എന്ന് പോയി അങ്കിളുള്ളപ്പോൾ തൊട്ട് പലാസ്തോട്ടിൽ പോയിട്ട് ഒരു ബ്രെഡ് വാങ്ങിച്ച് അങ്കിളിന് കൊടുത്തിട്ടായിരിക്കും ഞാൻ വെള്ളിയാഴ്ച പോരുന്നത്. അല്ലേ? BJP വെച്ചാൽ പച്ചയും നീലയും എല്ലാം കൂടി കൂടിയിട്ട് ഒരു BJP ഫ്ലാഗ് ഉണ്ടാക്കിയെടുത്തത്. ഉമാവതി വരുമ്പോൾ ഒരു കളർഫുള്ളായിരിക്കും. ഉമാവതി ഇല്ലെങ്കിൽ കളറും ഉണ്ടാവില്ല, ഫുള്ളും ഉണ്ടാവില്ല. അല്ലേ ഉമാവതി? ഇതെന്താണ് BJPന്റെ കോളാ? നോക്കിയേ. എനിക്ക് തുള്ളു എനിക്ക് തുള്ളല. ടാറ്റ. പോട്ടെ വരാം. വന്നിട്ടുണ്ടാവും. ഒരു 10-12 വർഷമായിട്ട് റീമാൻറ്റിക്കും വാങ്ങിക്കണം. ഇതിക്ക് മുമ്പ് റീമാൻറ്റിക്കിനെ വാങ്ങിക്കണേക്കാൾ മുമ്പ് ഐസക്കങ്ങൾ വാങ്ങിക്കുമായിരുന്നു. അപ്പം ലാസ്റ്റ് പുറത്തുള്ളവർ നീ ബ്രെഡ് കച്ചവടം തുടങ്ങിയാന്ന് നോക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. തുറന്നു വെച്ചേക്ക്, ചൂടാറട്ടെ. വേണ്ട, ചൂടാറട്ടെ, അല്ലെങ്കിൽ ആവി പോയില്ലെങ്കിലേ ചീത്തായി പോവും. ജാസു ആൻറ്റിനെ കട്ട് ചെയ്താണ്, അവരുടെ കട്ട് ചെയ്യാത്തതാണ്. എന്നാ കൊണ്ട് കൊടുത്തേ, കെട്ടി വെക്കണ്ടെന്ന് പറഞ്ഞു. ലേന ആൻറ്റി അന്ന് പറയണ്ടേ, ഞാൻ ഇട്ട് കഴിഞ്ഞാലല്ലേ. ആൻറ്റി ഷെബാദ് സെൽറ്റി വാതിലടച്ചിട്ടില്ല, വാതിലടച്ചേക്ക്. ഒന്ന് ആരുണ്ട്? ആരൊക്കെ അല്ലെങ്കിൽ ആരെയും വന്നിട്ട് കയറണ്ട. പിന്നീട് നമ്മളുടെ ബന്ധം അങ്ങനെ വളർന്നു വലുതായി. എൻ്റെ കല്യാണം ശനിയാഴ്ച ഷെബാദ് കഴിഞ്ഞിട്ട് ഇവർ എൻ്റെ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു വണ്ടിക്ക് കയറി വന്നു. ആൻറ്റിയും അടുത്തുള്ള മറ്റുള്ള ഐസക്കെങ്കിലും എല്ലാവരും അങ്ങനെ ഒരു വിധപ്പെട്ടവരെല്ലാവരും കൂടെ വന്ന ശനിയാഴ്ച കൂടി. ബാക്കിയുള്ളവർ കുറച്ച് പേരൊക്കെ പിറ്റേ ദിവസം ഞായറാഴ്ച വധുവിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് വന്നത്. കാര്യം അങ്കിളും ആൻറ്റിയും ഐസക്കങ്ങളും അങ്കിളുടെ ബ്രദർ ആൻറ്റിയുടെ ബ്രദറൊക്കെ എത്തി. 4-5 പേരെത്തി. ബാക്കി ഉള്ളവർ പിറ്റേ ദിവസം വന്ന. A small town in Thrissur district of Kerala, Mala, is home to one of the oldest synagogues in India. Before the Jewish community migrated to Israel, they entrusted both the Mala synagogue and the associated Jewish cemetery to the Mala Panchayat for safekeeping. The Paravur synagogue, located in North Paravur, is currently not functioning as a synagogue for worship. However, it has been renovated by the government of Kerala and is now open to public visits as the Kerala Jews History Museum. In 2009 ഞാൻ സാർ ആൻറ്റീനെ ആദ്യമായിട്ട് ആക്ച്വലി അടുത്തറിയാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് സാർ ആൻറ്റിയുടെ ബ്രദർ ഷലോം കോഹനെയും എല്ലാം. ബട്ട് ആ ഫാമിലിയിലേക്ക് നമുക്ക് ചെന്ന് അവരായിട്ട് സംസാരിക്കാൻ ഒരു വാക്ക് വേ ഓപ്പൺ ആയിരുന്നില്ല ആക്ച്വലി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ ഞാൻ വെന്യൂ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വിൽ മീറ്റ് ഫ്രം ജൂ ടൗൺ. അപ്പോൾ അവൻ എൻ്റെ കാലിഗ്രഫി വർക്കെല്ലാം കാണണമെന്നും കൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാലിഗ്രഫി ചെയ്ത ഹിബ്രു കാലിഗ്രഫി ചെയ്ത പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾ നടന്ന് പോകുന്ന വഴിയാണ് സാറാൻറ്റീൻ്റെ വീടിന് മുമ്പിൽ തന്നെ സാറാൻറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ആരാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കറിയായിരുന്നു സാറാൻറ്റീനെ അതിന് മുമ്പ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഷീസ് ദ എൽഡസ്റ്റ് ജൂ എമംഗ് ദിസ് കമ്മ്യൂണിറ്റി. പുള്ളി എന്നോട് ചോദിച്ചു നിനക്കറിയോ അവരെ. ഞാൻ പറഞ്ഞു പേഴ്സണലി എനിക്കറിയില്ല, എനിക്ക് അവരെക്കുറിച്ച് അറിയാൻ. അപ്പോൾ അവർ പറഞ്ഞു വാ നമുക്കൊന്ന് പരിചയപ്പെടാമെന്ന് പറഞ്ഞു. അവനാണ് ആക്ച്വലി ഞങ്ങളുടെ കൊണ്ടുപോകുന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി എന്തേന്ന് ചോദിച്ചു. ഞാൻ ഫ്രണ്ടാണ് അപ്പോൾ സംസാരിച്ചത്. ഫ്രണ്ട് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവൻ ഇങ്ങനെ നിങ്ങളുടെ ലാംഗ്വേജിൽ കാലിഗ്രഫിയും ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ സാറാൻറ്റി ഷി വാസ് വെരി ഹാപ്പി. വാ ഇരിക്കും ഉള്ളിൽ വീട്ടിൽ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് കുറേ നേരം ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. ഐ തിങ്ക് ഷി ആസ്ക് മീ ലൈക്ക് ഓൾമോസ്റ്റ് 100 times ലൈക്ക് ആർ യു എ ജൂ, ആർ യു എ ജൂ. ഞാൻ പറഞ്ഞു ഐ എം എ മുസ്ലിം ബട്ട് ഐ എം വെരി മച്ച് ഇൻ ടു ദ റിലീജിയൻ ആൻഡ് ഹിസ്റ്ററി. അങ്ങനെ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആൻറ്റി പറഞ്ഞു താഹ എന്ന് പറഞ്ഞ ഒരാൾ കൂടി ഉണ്ട് ഇവിടെ. സാറാൻറ്റിയുടെ ലൈക്ക് ഒരു മകനെ പോലെയാണ്. ഓൾ ഇൻ ഓൾ ഹീ ഈസ് ദ വൺ ഹു ടേക്ക് കെയർ ഓഫ് മീ. സോ യു ഹാവ് ടു മീറ്റ് താഹ എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി ആക്ച്വലി. അങ്ങനെ തൗഫീക്ക് പിന്നെ ഹിബ്രു അപ്പം തന്നെ എനിക്ക് എഴുതി കാണിച്ചു. അവന് ഹിബ്രു കാലിഗ്രാഫാണ്. അവൻ ഷെഫ് അന്ന് പഠിച്ചും കൊണ്ടിരിക്കുന്ന താജിലേക്കൊന്നും ആയിട്ടില്ല. അവന് ഷെഫിന് പഠിച്ചും കൊണ്ടിരിക്കുന്നതാണ് ഒരു കോളേജിൽ. അപ്പോൾ അവന് ആ ടൈം കിട്ടിയപ്പോൾ വന്നതാണ്. +2 വരെ പഠിച്ചിട്ടൊക്കെ ഉണ്ടു എന്നൊക്കെ പറഞ്ഞ് തൗഫീക്ക് കുറേ കഥയൊക്കെ പറഞ്ഞ് ഇതൊക്കെ വാരി കോരി കാണിച്ചൊക്കെ തന്നെ. അപ്പോൾ എനിക്കൊരു സംഭവം തോന്നി. കാര്യം ഹിബ്രു ഞാൻ ഇത്രയും വർഷമായിട്ട് ഹിബ്രു എനിക്ക് എഴുതാൻ അറിയാൻ പോലെ ഞാൻ ജൂതന്മാരുടെ ഇടയിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്കില്ലാത്തൊരു ഇൻട്രസ്റ്റ് അവന്, അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നി. വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ കാലിഗ്രഫി എന്ന് പറയുന്ന ഒരു ആർട്ടുമായിട്ട് ഞാൻ ബന്ധം വരുന്നത്. ഞാനിത് ചെയ്തു തുടങ്ങിയ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ പേര് കാലിഗ്രഫി ആണെന്ന് പോലും. പക്ഷേ ആ ഒരു ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ലാംഗ്വേജുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധമാണ് എന്നെ കൂടുതൽ ഇതിലേക്ക് അടുപ്പിച്ചത്. അറബിക് കാലിഗ്രഫി ആയിരിക്കാം ഒരു പക്ഷേ ഞാൻ ആദ്യം ചെയ്തു തുടങ്ങിയത്. പിന്നീട് ഹീബ്രു കാലിഗ്രഫി ഇതെല്ലാം പഠിക്കാൻ വേണ്ടി, ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു ചെറിയ ഇത് പേരിലാണ് ഞാൻ ആദ്യം ബാമ്പു, അതായത് മുള, പിന്നെ തൂവൽ ഇതെല്ലാം വെച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് കാലിഗ്രഫി പെൻ, കാലിഗ്രഫി എന്ന് പറയുന്ന ആർട്ടിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കി കൂടുതൽ ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലേക്ക് ഞാൻ മാറിയത്. Tawfiq, who has no ancestral influence of Jewish history, has now become a consummate Hebrew calligraphy artist, a journey embarked by his childhood fascination towards Jewish culture, a journey that has now earned him a reputation as a historian and an expert in this area owing to his extensive research. അതായത് ഞാൻ സാറാൻറ്റീനെയും താഹനെയും മീറ്റ് ചെയ്യുന്നത് ഒരൊറ്റ ദിവസമാണ് ആക്ച്വലി. അന്ന് മുതലൊരു ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ എന്തോ ഒരു ഫാമിലി റിലേഷനോ ഇല്ല. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ വെക്കേഷൻ വരുമ്പോൾ ഫസ്റ്റ് ഞാൻ വന്ന് മീറ്റ് ചെയ്യുന്ന സാറാൻറ്റീനെ ആയിരിക്കും. അതേപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഞാൻ താഹക്കെ വിളിച്ച് എപ്പോഴും സുഖൂർ അന്വേഷിക്കാറുണ്ട്. സാറാൻറ്റിയുമായിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതിന് ശേഷം ജൂ ടൗണിലെ ലൈക്ക് ഒരു ഒട്ടുമിക്ക എല്ലാ ഈവനിങ് ടൈമും ഞാൻ സ്പെൻഡ് ചെയ്തിരുന്ന ജൂ ടൗണിൽ തന്നെയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ഗമ്യങ്ങളും റീമാൻഡി, ഇസക്കങ്കൽ ഇവരെല്ലാവരും വന്ന് ആ വീട്ടിലിരിക്കും. ഞങ്ങളെല്ലാവരും സംസാരിക്കും, പഴയ കഥകൾ പറയും. ആക്ച്വലി നല്ലൊരു രസമായിരുന്നു. ആക്ച്വലി ഐ ഗോട്ട് എ ചാൻസ് ടു ഗോ ബാക്ക് ടു ലൈക്ക് ലേറ്റ് 50s. ആ ഒരു ടൈമിലെ സ്റ്റോറീസും ആ ടൈമിലുണ്ടായിരുന്ന ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, റിലീജിയസ് ആയിട്ടുള്ള സെറമണീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതെല്ലാം ഞങ്ങൾ പങ്കുവെക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അവരുടെ ജൂയിഷ് ഫുഡിനെ കുറിച്ചിട്ടും ഡയറ്ററി ലോ കൊഷേർ ഫുഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവരെല്ലാവരും പറഞ്ഞു തരുമായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഓപ്പണിംഗ് ആൻ എൻസൈക്ലോപീഡിയ. വെൻ ഐ കം ആൻഡ് സിറ്റ് ഹിയർ ഇൻ ജൂ ടൗൺ ഐ ഫീൽ ലൈക്ക് ഐ എം ഓപ്പണിംഗ് ആൻ എൻസൈക്ലോപീഡിയ. എൻ്റെ സംശയങ്ങളെല്ലാം ഇപ്പോൾ ജുഡായിസത്തിനെ കുറിച്ചാണെങ്കിലും ലാംഗ്വേജിനെ കുറിച്ചിട്ടാണെങ്കിലുള്ള സംശയങ്ങളെല്ലാം ഈ പറഞ്ഞ ഒരു ഗ്യാങ് ആയിരുന്നു ആക്ച്വലി. ഇവരെല്ലാവരും ചേർന്നിരുന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു നല്ലൊരു ടൈമായിരുന്നു എൻ്റെ ലൈഫിൽ ആക്ച്വലി. പിന്നീട് ഇപ്പോൾ സമയം പോകുന്തോറും ഓരോരുത്തർ അവരുടെ പ്രായാധിക്യം കൊണ്ട് എന്താ പറയുന്നത്,
When she finished with her conversation, she actually കുറച്ച് ഇമോഷണൽ ആയിട്ടുകൊണ്ട് കരയാറുണ്ട് ആൻറ്റി എപ്പോഴും. കാരണം ഈ കമ്മ്യൂണിറ്റി ചെറുതായി പോയതിൻ്റെ, ആരും അടുത്തില്ലാത്തതിൻ്റെ സങ്കടം. No, nothing. Yeah. All the people left was there. Why did they leave? Why did they leave? Like that. They find they found there's no light here. That's true. There's no light here. They are indicated. And we don't go anywhere. You never wanted to live in Israel? Did you want to live in Israel? Yeah, but just like when my husband was alive. But you guys didn't want to move there and live there? Did you ever think about leaving India or no? My only No? It's home? this house. On my life I was living here with my husband. On Well, I'm glad you're here, so you can come welcome all the Jews who come. I'm grateful. nobody will come in search of us. I came in search of you. Yeah, there's so many people here. There are people from all over the world who Yeah. come to visit. I'm happy you're here. Yeah. You want to be here, you go. I know. I'll take you with me. You want to come with me? You want to go to New York City? You know, you said, Yeah. if I Great. need any young woman, Yes, that's good. The grandchild. Sarah grandchild. You can hang out with my Cohens, because we're Cowens. All right, let's smile. Sarah, you want to smile? Good he's laughing. the one now. He and his wife, they are the people who look up. Not only now, they brought all these things for sale and all like that. My husband is no Looks nice you have help. You have people who take care of you. take care. Yeah. Anything I want, he buys. Bring home. When I want to go enjoy the day come. Yeah. പിന്നെയും കാത്തേക്കണ്ടേ, നേരം പോണല്ലേ. ആൻറ്റി കയറണം കയറണം. Electricity coming, I think, 1920. Actually, Jewish people running the Cochin electricity company. Usually the Corder, there's a Corder family running that electricity and boat servicing. ബുക്കിൽ സ്റ്റോറി പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി അങ്ങനെ സ്റ്റീം ചെയ്തിട്ടായിരുന്നു റൺ ചെയ്യുന്നതെന്ന് പറയും. കൽക്കരി ഇട്ട് കത്തിച്ചിട്ട് ആ കൽക്കരി കൂടെ ഇങ്ങനെ സ്റ്റീം ആകുമ്പോഴത്തേക്കും ഈ ഡൈനാമിക് ഇറങ്ങും. അപ്പോൾ പവർ വരും. അത് പാലസിൻ്റെ അകത്തായിരുന്നു ഇത് സ്ഥാപിച്ചിരുന്ന ഈ സ്റ്റീം ചെയ്യണ മെഷീൻ. അങ്ങനെയായിരുന്നു കൊച്ചിയിൽ ആദ്യം ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നത്. അത് ഇവിടെയായിട്ട്. You know my wife? She's a Cohen also. Cohen? Same name. Same. The surname same. Yeah.
No, the same as surname. Also Jewish. Jewish. My family is from Egypt. Egypt. Sarah's family, Cochin, actually the generation, 9 generation back, Baghdadi people. Yeah, and my family, Egypt and Syria and Yeah. Morocco. Yeah, Egypt, Morocco also, so many Kohans that time. Aleppo. Aleppo. In Syria. Yeah, Syria, Aleppo, Syria, Aleppo. Syria, okay. Coins, we are very big. I know. The last coin, the Cochin, Sarah, Yeah, very few now. kings. Coins with the kings. Yeah. Yeah. This is the Senegalese, the bride. Here, then the other festival, and you know the Simchat Torah? Yeah. Simchat Torah, Cochin, only this light to the burning. And very traditional light and all coconut oil lamp, half water, and cool the glass, and 3 days, Shemini, Sukkah, Simchat Torah. 3 days, the bandit light. Are you Jewish? No, I'm Muslim. You're Muslim. It's very He knows different. his Jewish history better than me. Yes, yes, yes. Yes, sit down. Yes, sit down. Structures are like memories. If not remembered, they begin to fade, layer by layer, brick by brick. The 4 synagogues, the relics of Cochin's Jewish culture, some on the path towards restoration, but some others on the verge of disintegration. Unfazed by the passage of time, the clock tower of the Paradesi synagogue still stands atop, a monument of Jewish strength. Established in the 16th century, it remains an embodiment of the Jewish community in the multicultural landscape of Kochi. In December 2013, Taha and Tawfiq organized an exhibition, The Jews of Malabar, which gathered international attention. Sarandine എനിക്ക് വേണമായിരുന്നു പാട്ട് പാടുന്ന കുഞ്ഞാൻ്റെ കുഞ്ഞാൻ്റെ ആണോ കുറെ ആൾക്കാരെ കയറ്റി ഇറക്കി. ഇതാണ് ചരിത്രം, ഹിസ്റ്ററി. Misa
the kind of work that goes into getting all these artifacts together, writing the scroll, and actually the research that has been, I think it's been about 9 years since Tawfiq has actually been researching the community, and of course the wonderful pictures taken by Taha. Really give you hope that there's someone out there trying to preserve a dying community. And as a filmmaker who's made a film on the same community, I think that this is about 10 times the research that I could do. And I mean, I don't know how many people would dedicate this sort of time and this sort of energy to putting something like this together. All the tugging look fantastic. It's still in great. What year is this from? What year is this? Huh? Yeah, what year is the Torah from? This, I made it. You made it? I wrote it with my hand. You did a great job. This is a replica of Torah. Well, you did a fantastic job. What don't you do? You research, you cook, you write Sefer Torah. Unbelievable. Thank you for helping keep this community alive. It's truly, it's amazing. Absolutely amazing. Living here for a year, every day here in this house and some of our other friends here, made us become much better Jews. It made us practice our religion much more strongly because of the beautiful way people live a Jewish life here in Cochin. So we tried to do it home. People don't like anyone different from themselves. Terrible thing. But here it's always been different. Anybody comes first, the Kohen out. Yeah, that's right. Yes. Tommy wine, masa. Yeah, we make masa. Pastel, yes. Kuba. Yay! Yeah. Receive darlings. Yeah. Nice to meet you. Nice to meet you all. Okay. താഴെ മക്കളെ കാണും പറഞ്ഞ താഴെ വെക്കണത് താഴെ ഞാൻ താഴെ ഞാൻ കാണാൻ ഞാൻ കാണുന്നില്ലതാ ഈ കാണാൻ ഈ വീക്കിൻ്റെ ഒരു കെട്ടിയാണ് എനിക്ക് കാണാൻ പറ്റിയതാണ് ആന്റി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് അവിടെ ഉണ്ടാവും. എനിക്കില്ലാത്തത് തമ്പുരാൻ കൂട്ടണ്ടേ അത് ശരിയാവും. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ടല്ലോ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇഷ്ടപ്പെടണ്ടേ നമുക്ക്. ചിലപ്പോ ഈ അടുത്തുണ്ടാവും. അപ്പൊ നമുക്ക് 1 month ഉണ്ടാവുമോ 1 month അല്ല 3-4 months. ആന്റി ഉണ്ട്. ആന്റി ഇപ്പൊ 93 വയസ്സ് വരെ ആന്റി സുഖമായിട്ട് ജീവിച്ചില്ല. ഇതിനെ ചോദിച്ചാൽ ഇതിന് അതില്ല ഇതില്ല മറ്റില്ല മറിച്ചില്ല കണ്ടു കിട്ടണ്ട നല്ല പെണ്ണിന് വെയിറ്റ് ചെയ്യുന്നത്. രണ്ടുപേരുടെ കല്യാണം എന്റെ കല്യാണം ഞാൻ പറഞ്ഞു ഒന്നും കൂടെ ഞാൻ റെഡിയാണ് ഞാൻ സമ്മതിക്കാണ്ടല്ലേ. അല്ലല്ലോ അതല്ലേ കാര്യോടെയാവും ഔഫിക്ക് റെഡിയല്ല ഞാൻ റെഡിയാണ് പറഞ്ഞിട്ടും കൂടെ ഒന്നും കൂടെ പക്ഷ ഓളോ അപ്പൊ സങ്കടം പോകും. വരുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടത്തിൽ ആന്റി വീട്ടിലുള്ള പൊതുവെ എല്ലാ കല്യാണത്തിനും ആന്റി ഇല്ലേ ഡ്രസ് തയ്ച്ചേക്കണം പുടവ ആന്റി അല്ലേ ചെയ്യുന്ന കല്യാണ പുടവ എല്ലാവർക്കും വെയ്ക്കലും ഓക്കെ ഒരു ഇഞ്ചാന്റെ ആന്റിക്കാണ് കല്യാണത്തില് കൊച്ചിയില ഞാൻ ഷത്താപ്പിക്കും ഷെയർ ചെയ്ത് അവൻ വെക്കും ഞാൻ തയ്ക്കും. ഞാൻ കളിക്കാറ്റിയെ വെയ്ക്കാറ്റി ഞാൻ രണ്ടു കൂട്ടുന്നു. അത് ശരി.
ഇത് ആര് തന്നതാണെന്ന് ഓർമ്മയുണ്ടോ മോതിരം? കല്യാണത്തിന്റെ അല്ലേ എഴുതിയില്ലേ? കൊച്ചവന്നാണ് ഏത് കൊച്ച? കൊച്ചമ്പി. ആ കല്യാണത്തിന്റെ പേരാണ്. കല്യാണം മുതലാകുമ്പോൾ കൊച്ചമ്പി ആയിരിക്കും തന്നിട്ടുള്ളത്. കയ്യിലിട്ട് ഈ കയ്യിലാണ് ഇരുവരുത് ഒരു കളരുത്. പിന്നെ CO ഉണ്ടോ? HEN കോഹൻ കണ്ടാ? ജേക്കബ് കോഹൻ ആരാണ്? ഡിക്കി. കാര്യം എന്താണ്? പാവം. പിന്നെ എന്നെ എന്തിനാണ് പാവം എന്ന് പറഞ്ഞത്? അതിന്റെ കയ്യിലിട്ടു കേട്ടാ. എന്തിനാണ് കരയണ? സ്വർണം തന്നെ എന്നെ സ്നേഹിക്കുന്ന അയ്യടാ.
healthy. Healthy, prosperous, with plenty of money. We want to be always happy and we want to play cards. Of course, we play cards. People will be always playing cards in Sasaka's house. Always. Always. Hip hip hooray. Hip hip hooray. Amen. We want to go to Sunni's house every time and be happy. For pastel. For pastel. So we can bring some food also. पंजाब सिंध गुजरात मराठा यमुना गंगा उच्चल जलधि गंगा तब शुभ नाये लाये तब सुसनाशिष मागे आगे नभ जय दादा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे फारसी 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 शाना बाब यरूशलाइम Amen. आमेन After years of relentless diligence, in December 2018, the Kadavambagam synagogue was opened for prayers. The people heartily embraced the milestone with renewed vigor and devotion. It was an emotional day for many. Baba. Baba. Adi partner. തൊപ്പി വെച്ചേനാ ചൂതക്കുട്ടിനെ കാണിക്കണ തൊപ്പി വെച്ചിട്ട് ആ ചെറിയ തൊപ്പി നിർത്തുന്ന ആന്റി കൊച്ചിനെ പിടിക്കും കൈയൊന്ന് ആ രണ്ടൊരു തൊപ്പി വെച്ചിട്ടുണ്ട് Zan. 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 എനിക്കാരുമില്ല ഇങ്ങനെ കാണാൻ കൂടെ പോയി എൻ്റെ കുഴിമാട് ഇങ്ങനെ കിടക്കും ഇന്നിവിടെ ഉള്ളവരെ എനിക്കത് ക്ലീൻ ആക്കിയിട്ട് തന്നെ ഒന്നും ചെയ്യണ്ട വല്ല പൊട്ട പണി വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തു. Just a few days before she was to turn 97, on the 30th of August 2019, Sarah Cohen passed away. One of Sarah Auntie's lifelong dreams was to see her synagogue full of people, just like in her good old days. At the 450th anniversary of the Paradesi synagogue, several Jewish families with their origins in Kochi travelled to Mattancherry from all over the world for this event, making it one of the largest congregations that have come together at this synagogue.
Sitting among so many generations of her community, that was one of Sarah Cohen's happiest days. Taha continues his life at Jewtown in the reminiscence left behind by Sarah Auntie. He has turned Sarah's hand embroidery into a museum in her memory. Tawfiq's passion for Hebrew calligraphy sparked a chord with the outside world and led him to become a known figure in the Middle East and many other nations.